ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇത്രയും 4 ഐറ്റം വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഇവിടുത്തെ ട്രെൻഡായ ചോക്കോ ലാവ കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതിപ്പം ഓറിയോ ബിസ്ക്കറ്റ്, ഇത് 5 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പാക്കറ്റ് ഡയറി മിൽക്ക്, 1 കപ്പ് പാല്, ഇത് ബേക്കിംഗ് സോഡ, ഇത് നമുക്കൊരു 1/2 ടീസ്പൂൺ, ഇത്രയാണ് ആവശ്യം. അത് നമുക്ക് ആദ്യം നമ്മൾ ഓറിയോ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ പാലും ബേക്കിംഗ് സോഡയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രെയിൽ ഒഴിച്ച് ഈ ഡയറി മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ പാക്കറ്റും പൊടിച്ചു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. എന്നിട്ട് നമുക്ക് 1 കപ്പ് പാല് എടുത്ത് വെച്ചത് അതിങ്ങനെ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോണത്. ഇത് ഞാൻ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡിലും നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഞാൻ ഡസ്റ്റ് ചെയ്യണില്ല. ഡസ്റ്റ് ചെയ്യാണ്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ മിക്സ് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ ഒഴിക്കരുത്, ഇതിൻ്റെ പകുതി. പാനിലേക്ക് എല്ലായിടത്തേക്കും ആവുന്ന പോലെ നമുക്ക് നന്നായിട്ട് കൊടുക്കാം. ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ. എല്ലായിടത്തും ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഡയറി മിൽക്ക് മേടിച്ച് വെച്ചില്ലേ, അതെടുത്ത് നമ്മളിങ്ങനെ നടുക്ക് സെറ്റ് ചെയ്യും. ഒത്തിരി സൈഡിലേക്ക് പോകണ്ട. ഡയറി മിൽക്ക് ആകുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് അലിഞ്ഞ് വരും. അപ്പോഴേ ലാവയുടെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഡയറി മിൽക്ക് എടുക്കാൻ പറയുന്നത്. ഇപ്പം മഞ്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വേഫർ രീതിയിലല്ലേ, അതുകൊണ്ടാണ് അതൊന്നും പറയാതെ ഇത് തന്നെ എടുക്കാൻ പറയുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള മിക്സും കൂടെ ഇതിൻ്റെ മുകളിൽ, ഈ ഡയറി മിൽക്കിൻ്റെ മുകളിൽ കൂടെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നടുക്ക് നല്ല ലാവ എഫക്റ്റ് വരും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് ഫുൾ മിക്സ് ഒഴിച്ചു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല എയറോ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യണത്. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കാം. ഞാനിപ്പോൾ ഒരു ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ ചൂടാവാൻ വേണ്ടിയിട്ട്. ഇതൊരു മീഡിയം തീയിലാണ് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇത് എടുത്ത് വെക്കുകയാണ്. നല്ല ചൂടാണ് പാത്രം. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ അടച്ചു വെക്കണതിൻ്റെ ഒരു വശത്ത് കൂടി എയറൊന്നും കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിതൊരു 40 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് കേക്ക് ബേക്കായി കിട്ടും.
അങ്ങനെ നമ്മുടെ ചോക്കോ ലാവ കേക്ക് റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയുക, ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതുകയും വേണം. താങ്ക്